നീലേശ്വരം കോട്ടപ്പുറത്തെ ഹൗസ് ബോട്ടുകളിൽ തുറമുഖം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധന. 3 ഹൗസ് ബോട്ടുകൾക്ക് ഓട്ടം നിർത്തിവെക്കാൻ നോട്ടീസ് നൽകി. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. നീലേശ്വരം കോട്ടപ്പുറം കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന 11 ഹൗസ് ബോട്ടുകളിലാണ് പോർട്ട് അധികൃതർ പരിശോധന നടത്തിയത്. ബോട്ട് ഡ്രൈവർമാരുടെ ലൈസൻസ് പരിശോധനയായിരുന്നു പ്രധാനമായും നടത്തിയത്. വിവിധ ബോട്ടുകൾക്കായി 1,45,000 രൂപ പിഴ ചുമത്തുകയും 3 ബോട്ടുകളോട് ഓട്ടം നിർത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതേസമയം കായൽ ടൂറിസം വ്യവസായത്തെ തകർക്കുന്നതാണ് ഉദ്യോഗസ്ഥരുടെ നടപടിയെന്ന് ഹൗസ് ബോട്ട് ഉടമകൾ പറഞ്ഞു. വിനോദസഞ്ചാരികളെ ബോട്ടിൽ നിന്നും ഇറക്കിവിട്ടതിനെ തുടർന്ന് ഹൗസ് ബോട്ട് ഉടമകളും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി. നിങ്ങൾ ഗസ്റ്റിന്റെ മുമ്പ് പറയാൻ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ട നമ്മളോട് ചോദിക്കണമായിരുന്നു. നമ്മൾ അസോസിയേഷനുണ്ട് ഇവിടെ, നിങ്ങൾ എന്താ വരാത്തത്, നിങ്ങൾ എന്താ ചെയ്യാത്തത് ചോദിച്ചോണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ബോട്ടിൽ ഒരു ബോട്ടിൽ ലെറ്റർ അയക്കാം, നിങ്ങൾ എല്ലാ പേപ്പറും നിങ്ങൾ എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്യണം. ഇന്ന ഡേറ്റിന് നിങ്ങൾ ലെറ്റർ തരാൻ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യില്ലേ? നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ബോട്ടിൽ ലോക്കിട്ടോ. പക്ഷേ ഈ ഗസ്റ്റിന്റെ നാടകമല്ല, അത് വളരെ വ്യക്തിഗത നാടകം. ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിലവിൽ സംവിധാനമില്ലെന്നും 20 വർഷത്തിലേറെ മത്സ്യബന്ധന ബോട്ടിൽ പ്രവൃത്തി പരിചയമുള്ളവരാണ് ഹൗസ് ബോട്ട് ഓടിക്കുന്നതെന്നും ഹൗസ് ബോട്ട് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു. അവധിക്കാലത്ത് അപകടങ്ങൾ തടയാനും യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാനുമാണ് പരിശോധന നടത്തിയതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അഴീക്കൽ കേരള മാരിടൈം ബോർഡിന്റെ പോർട്ട് ഓഫീസർ വിപിൻ കുമാർ, സർവേയർ ജോഫിൻ ലൂക്കോസ്, ഉദ്യോഗസ്ഥരായ വി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.